ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 31 അറ്റ്ലസ് എന്നു പേരുള്ള ഒരു നിഗൂഢ നക്ഷത്രാന്തര വസ്തുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ശാസ്ത്രജ്ഞർ ആവേശഭരിതരാണ്. അത് നമ്മുടെ സൗരയൂഥത്തിലൂടെ മണിക്കൂറിൽ 2,90,000 km/h വേഗതയിൽ സഞ്ചരിക്കുകയും ഈ മാൻഹട്ടനേക്കാളൊക്കെ 15 മൈൽ വരെ വീതിയുള്ളതുമാണ്. തന്നയൻ വിവാദപരമായ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഇത് അന്യഗ്രഹ ചാര സാങ്കേതിക വിദ്യയായിരിക്കാം എന്നുള്ളതാണ്. നവംബർ അവസാനത്തോടെ ഭൂമിയുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന സമയത്ത് സൂര്യനോട് ഏറ്റവും അടുത്തെത്താനും സാധ്യതയുണ്ട്. ഇത് നിരീക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശത്രുതാപരമായ ഒരു ദൗത്യത്തെക്കുറിച്ചോ സൂചന നൽകിയേക്കാം. അതായത് ഹാർവാർഡ് ജ്യോതിശാസ്ത്രജ്ഞനായ ആവി ലോബും സഹപ്രവർത്തകരും ഈ ഊഹാപോഹത്തിന് ആക്കം കൂട്ടുന്നുണ്ടെങ്കിലും പല വിദഗ്ധരും ഇതൊരു UFO അല്ല, ഒരു വാൽനക്ഷത്രമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാബ വാങ്ങയുടെ 2025 പ്രവചനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ചർച്ച ഇൻ്റർനെറ്റിൽ തീ പടർത്തിയെങ്കിലും ശാസ്ത്രീയ സമവായം ഇപ്പോഴും ജാഗ്രത പാലിക്കുന്നുണ്ട്. ഈ നവംബർ അടുക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഗൂഢാലോചനയെയും സംശയത്തെയും സന്തുലിതമാക്കുന്നുണ്ട്. 31 അറ്റ്ലസ്, അന്യഗ്രഹ ബഹിരാകാശ പേടക സിദ്ധാന്തം, നക്ഷത്രാന്തര ധൂമകേതു, ആവി ലോബ് ഊഹാപോഹം, ഇരുണ്ട വന സിദ്ധാന്തം, ഗൃഹ പ്രതിരോധം, ബാബ വാങ്കെ പ്രവചനം, ശത്രുതാപരമായ UFO മുന്നറിയിപ്പ്, ഇതൊക്കെയാണ് നവംബർ എടുക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നവംബറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.